സ്വാഗതം ടോപ് 10ലേക്ക്. പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്നു. ഇന്ത്യ ഇത്രയും നാൾ ഉറപ്പോടെ പറഞ്ഞൊരു കാര്യമാണത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂറാണ് അത് സത്യമെന്നേറ്റു പറയുമ്പോൾ ആ ഭീകരവാദം മൂലം ഏൽക്കേണ്ടി വന്ന മായാത്ത മുറിപ്പാടുകൾ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഓടിയെത്തും. താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റായിരുന്നു എന്ന റാണയുടെ വെളിപ്പെടുത്തൽ അതത്ര നിസ്സാരമായി കാണാനാകില്ല. റാണയിലൂടെ ഭീകരവാദത്തിന്റെ ആഴം കണ്ടെത്തി വേരറുക്കാനാകട്ടെ. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. കേരള സർവകലാശാലയിൽ പോര് തുടരുന്നു. എതിർപ്പിനിടെ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്ത KS അനിൽകുമാർ. രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് നടപടിക്ക് നിയമസാധുതയില്ല എന്ന് ഗവർണർക്ക് സിസ തോമസിന്റെ റിപ്പോർട്ട്. പകരം ചുമതല മിനി കാപ്പന് നൽകിയതോടെ സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധം. BJP യൂത്ത് കോൺഗ്രസ് മാർച്ചുകളിൽ സംഘർഷം. ഡെങ്കി ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ തനിക്ക് രക്ഷയായത് കൊച്ചി അമൃത ആശുപത്രിയിലെ ചികിത്സയെന്ന് മന്ത്രി സജി ചെറിയാൻ. ആദ്യം ചികിത്സ തേടിയത് സർക്കാർ ആശുപത്രിയിലെന്നും മെച്ചപ്പെട്ട ചികിത്സ തേടി സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നതിൽ തെറ്റെന്തെന്നും മന്ത്രി. ഡോക്ടർമാരും ചികിത്സയും ഇല്ലാതെ കൊല്ലം ജില്ലാ ആശുപത്രി. ഡോക്ടർമാർ പ്രാധാന്യം നൽകുന്നത് സ്വകാര്യ പ്രാക്ടീസിനെന്ന ആക്ഷേപം. പുതിയ കെട്ടിട നിർമ്മാണവും പാതി വഴിയിൽ. രോഗികൾ കഴിയുന്നത് തകർന്നു വീടാറായ കെട്ടിടത്തിൽ. ടോപ് 10 സ്പെഷ്യൽ. മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് മൊഴി നൽകി തഹാവൂർ റാണ. താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റായിരുന്നുവെന്നും ആക്രമണ സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. MSC എൽസ കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം തേടി സർക്കാർ ഹൈക്കോടതിയിൽ. 9,531 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന സർക്കാർ. വിഴിഞ്ഞത്തെത്തിയ MSC കമ്പനിയുടെ മറ്റൊരു കപ്പൽ അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശം. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിപ ജാഗ്രത. പാലക്കാട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരം. ബന്ധുവായ കുട്ടിയും പനി ബാധിച്ച് ചികിത്സയിൽ. പത്തനംതിട്ട കോന്നിയിൽ പാറമട അപകടത്തിൽ തൊഴിലാളി മരിച്ചു. മറ്റൊരാൾക്കായി നാളെ തെരച്ചിൽ തുടരും. അപകടത്തിൽപ്പെട്ടത് ഒഡീഷ, ബിഹാർ സ്വദേശികൾ. സിംബാബ്വേക്കെതിരായ ടെസ്റ്റിൽ ചരിത്രം കുറിച്ച് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം വിയാൻ മർഡർ. ടെസ്റ്റ് ക്യാപ്റ്റൻ അരങ്ങേറ്റത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരം. ടീമിന്റെ വിജയത്തിനായി വ്യക്തിഗത നേട്ടം ഒഴിവാക്കി ഡിക്ലെയർ ചെയ്തു. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ്സുകളുടെ സൂചനാ സമരം. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. സമര തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന്. സ്റ്റോറി ഓഫ് ദ ഡേ. കാടിറങ്ങി വരുന്ന കൗതുകം. കേരള സർവകലാശാലയിലെ ഭാരതാംബയിലെ പോര് അവസാനിക്കുന്നില്ല. സർവകലാശാലയിൽ ഇപ്പോൾ 2 രജിസ്ട്രാർമാരാണ്. സിൻഡിക്കേറ്റ് ചേർന്ന സസ്പെൻഷൻ റദ്ദാക്കിയതിനാൽ രജിസ്ട്രാറുടെ ചുമതലയിൽ തുടരുന്ന KS അനിൽകുമാറും ഡോക്ടർ സിസ തോമസ് നിയമിച്ച മിനി കാപ്പനും. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി നിയമവിധേയമല്ല എന്നാണ് സിസ തോമസിന്റെ നിലപാട്. പുതിയ രജിസ്ട്രാറെ നിയമിച്ചെന്ന് കാട്ടി ഗവർണർക്ക് റിപ്പോർട്ടും നൽകി. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് കാവലിലാണ് സർവകലാശാല ആസ്ഥാനം. സസ്പെൻഷൻ ഉത്തരവ് റദ്ദ് ചെയ്ത സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ പിൻബലത്തിലാണ് രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. എന്നാൽ അനിൽകുമാർ എത്തുന്നതിന് തൊട്ടു പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെയും VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് നടപടിയെടുത്തിരുന്നു. VCയുടെ അനുമതിയില്ലാതെ KS അനിൽകുമാറിന് രജിസ്ട്രാറുടെ ചുമതല കൈമാറിയെന്ന കാരണത്താലാണ് നടപടി. ഇതിനിടെ ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പിന്നാലെ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി സിസ തോമസ് ഉത്തരവിട്ടു. പിന്നെ കണ്ടത് കസേരകളി. ഒരു സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർമാർ ചുമതലയിൽ വരുന്ന അസാധാരണ സാഹചര്യം. ഇതിനിടെ സർവകലാശാല ജീവനക്കാരും SFI പ്രവർത്തകരും സിസ തോമസിനെതിരെയും VC മോഹനൻ കുന്നുമലിനെതിരെയും പ്രതിഷേധം നടത്തി. RSSന്റെ ഗണവേഷത്തിൽ മോഹനൻ കുന്നുമലിനെ ചിത്രീകരിക്കുന്ന ബോർഡുകൾ SFI പ്രവർത്തകർ സ്ഥാപിച്ചു. ശാഖയിൽ പഠിച്ചത് ശാഖയിൽ മതി എന്നെഴുതിയ ബാനറും പ്രവർത്തകർ സ്ഥാപിച്ചു. സിസ തോമസ് എത്തിയാൽ തടയാൻ തയ്യാറായാണ് പ്രവർത്തകർ തമ്പടിച്ചത്.
ഇതിനിടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സർവകലാശാലയിലുണ്ടായ സംഭവങ്ങളിൽ വിസിയോട് വിശദീകരണം തേടിയിരുന്നു. അതേസമയം സസ്പെൻഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കെ.എസ്. അനിൽകുമാർ പിൻവലിച്ചു. തന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് ചേർന്ന് റദ്ദാക്കിയെന്നാണ് അനിൽകുമാർ കോടതിയെ ബോധിപ്പിച്ചത്. എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി നിലനിൽക്കില്ല എന്നും നിയമസാധുത ഇല്ലെന്നുമാണ് സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. മിനി കാപ്പനെ രജിസ്ട്രാറായി നിയമിച്ചിട്ടുണ്ടെന്നും സിസ തോമസ് ഗവർണറെ അറിയിച്ചു. വിസിയും ഗവർണറും ഒരു ഭാഗത്തും രജിസ്ട്രാറും സർക്കാരും മറുഭാഗത്തും നിൽക്കുമ്പോൾ സർവകലാശാലയിലെ പ്രശ്നപരിഹാരം കൂടുതൽ സങ്കീർണമാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള സർവകലാശാലയിലെ വി.സി. രജിസ്ട്രാർ തർക്കത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും സർക്കാർ തകർത്ത് തരിപ്പണമാക്കി. സർവകലാശാലകളെ സംഘർഷഭരിതമാക്കുന്നത് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുമെന്നത് മറക്കരുത്. സർക്കാരും രാജ്ഭവനും തമ്മിൽ കുറെ കാലമായി ആരംഭിച്ച അധികാര തർക്കങ്ങൾ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ അനിശ്ചിതത്വത്തിലാക്കി. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന അധികാര തർക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും തുടർച്ചയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതിൽ സർക്കാരിനും രാജ്ഭവനും ഒരുപോലെ പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം 100% ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് കേരള സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി. മുരളീധരൻ. സിൻഡിക്കേറ്റ് തീരുമാനം നിയമപരമാണെന്ന് തെളിഞ്ഞു. നിയമവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്നവരെയാണ് രാജ്ഭവൻ വിസിമാരായി നിയമിക്കുന്നത്. കോടതി വിധി വന്നതോടെ വിസിയുടെ വാദങ്ങളെല്ലാം അസാധുവായി എന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാല എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു. പലരും പറഞ്ഞ് വിസിയുടെ ആബ്സെൻസിൽ കൂടിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ഒരു വിലയുമില്ല, നിയമപരമായി നിൽക്കില്ലെന്നാണ് ഇന്നലെ ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലർ പറഞ്ഞത്. ഇന്നിപ്പോൾ കോടതിയിൽ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിൻ്റെ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയതോടുകൂടി ഇന്നലത്തെ സിൻഡിക്കേറ്റ് നിയമപരമാണ് എന്നാണ് ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാം. ഇത് കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും അതേപോലെ തന്നെ ആക്റ്റിനും കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. അന്തിമ തീരുമാനം സർവകലാശാലയെ സംബന്ധിച്ചെടുക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ്. ആ സിൻഡിക്കേറ്റ് അതിന് അവസരം കിട്ടിയപ്പോൾ അത് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെതിരെ നൽകിയ ഹർജി പിൻവലിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനത്തിനെതിരെ വിസിക്ക് ചാൻസലറെ സമീപിക്കാം. കോടതി വിമർശിച്ച ഫേസ്ബുക്ക് പോസ്റ്റിട്ട സിൻഡിക്കേറ്റ് അംഗം ആർ. രാജേഷിനെതിരെ രൂക്ഷ വിമർശനവും കോടതിയലക്ഷ്യ കേസ്. രജിസ്ട്രാർ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ ഉത്തരവ് സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിനെ തുടർന്നാണ് ഡോക്ടർ കെ.എസ്. അനിൽകുമാർ ഹർജി പിൻവലിക്കുന്നതായി ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജി കോടതി തീർപ്പാക്കിയെങ്കിലും സിൻഡിക്കേറ്റിന്റെ നടപടിക്കെതിരെ വൈസ് ചാൻസലർക്ക് ഗവർണറെ സമീപിക്കാമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. കോടതിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സിൻഡിക്കേറ്റ് അംഗം ആർ. രാജേഷിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. സിൻഡിക്കേറ്റ് അംഗം ഹൈക്കോടതിയെയും വ്യക്തിപരമായി ന്യായാധിപനെ തന്നെയുമാണ് ആക്ഷേപിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആർ. രാജേഷിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതിയലക്ഷ്യ കേസ് എടുക്കാനും നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു. ഭാരതമ്മ വിവാദത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് പകരം ചുമതല മിനി കാപ്പന് നൽകിയ വിസിയുടെ തീരുമാനവും വിസിയെ മറികടന്ന് സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റിന്റെ നടപടിയും ഇനി ചാൻസലർ കൂടിയായ ഗവർണറുടെ പരിഗണനയ്ക്കാണ് എത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് നവമിയെ ചികിത്സിക്കുക. ചികിത്സയ്ക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയതായി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് നവമിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. അത്യാഹിത വിഭാഗം CL3 വിഭാഗത്തിലാണ് നവമിയെ പ്രവേശിപ്പിച്ചത്. ബിന്ദുവിന്റെ സഹോദരിയുടെ മകൾ ദിവ്യ, ഭർത്താവ് ഗിരീഷ് എന്നിവർക്കൊപ്പമാണ് നവമി മെഡിക്കൽ കോളേജിലെത്തിയത്. നവമിക്ക് മികച്ച ചികിത്സ തികച്ചും സൗജന്യമായി ലഭ്യമാക്കുമെന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ അറിയിച്ചിരുന്നു. ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് നവമിയെ ചികിത്സിക്കുക. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ആശുപത്രിയിലെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി. നവമിക്ക് സർക്കാർ എല്ലാ ചികിത്സാ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ട്രോമ സപ്പോർട്ടും ഒക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് പറഞ്ഞ അനുസരിച്ച് തന്നെ ആശുപത്രി അധികൃതർ കൃത്യമായി എല്ലാ ഇടവേളകളിലും അത് ഇടപെടുകയും അതിനുള്ള പരിചരണം ഇപ്പം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുക.
ഈ ആഴ്ച തന്നെ നവമിയുടെ ചികിത്സയുടെ ഭാഗമായുള്ള ശസ്ത്രക്രിയ നടത്തുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദികളായ മന്ത്രിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഓഡിറ്റ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഗാന്ധിനഗറിൽ നിന്നും പ്രകടനമായാണ് BJP പ്രവർത്തകർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. മെഡിക്കൽ കോളേജ് കവാടത്തിലെ പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് അപകടത്തിന് ഉത്തരവാദികളായ മന്ത്രിമാർ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഓഡിറ്റ് നടപ്പാക്കണം. ബിന്ദുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നും ബിന്ദുവിന്റെ മകന് സ്ഥിരം ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിന്ദുവിന്റെ കുടുംബം അവർക്ക് ഒരു 25 ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം. ബിന്ദുവിന്റെ മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം. ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത്? ഏത് മന്ത്രിയാണ്? അത് PWD ആണോ? അത് ആരോഗ്യമന്ത്രിയാണോ? രണ്ടാളാണോ? അതിന്റെ ഒരു അന്വേഷണം നടക്കണം. നാടിന്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രിന്റെ ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടത്തണം. പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാൻ CPM ശ്രമിച്ചാൽ BJP ശക്തമായ തിരിച്ചടി നൽകുമെന്ന് BJP നേതാവ് PC ജോർജ് പറഞ്ഞു. നേതാക്കളായ B രാധാകൃഷ്ണ മേനോൻ, S ജയസൂര്യൻ, G ലിജിൻലാൽ, റോയ് ചാക്കോ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കോട്ടയം. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് മഹിളാ കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് മഹിളാ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ്, ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് ഒന്ന് അനാരോഗ്യ വകുപ്പായിട്ട് മാറി. വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഇതിനിടെ വനിതാ പോലീസുകാരിയുടെ ലാത്തികൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തക ബിന്ദു കൃഷ്ണന് പരിക്കേറ്റു. 2 തവണയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. 2-ലധികം തവണ സൈറൻ മുഴക്കിയെങ്കിലും ജലപീരങ്കിയിൽ നിന്ന് വെള്ളം വരാത്തത് പ്രവർത്തകർ കൂവി പരിഹസിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ഇന്നും സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് BJP പ്രതിഷേധം. പലയിടത്തും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമാനമായ പ്രതിഷേധങ്ങളാണ് പലയിടത്തും ഇന്നും കണ്ടത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമാണുണ്ടായത്. സമരത്തിൽ സംഘർഷവുമുണ്ടായി. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയത്തെ ദാരുണ സംഭവത്തിൽ ഒരു നടപടിയും ഇന്നുവരെ എടുത്തിട്ടില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ആശുപത്രിയിലെ പ്രശ്നങ്ങളുടെ കുറ്റം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചുമലിൽ വെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന് ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ദേശീയപാതയും ഉപരോധിച്ചു. കൊല്ലത്തും BJP പ്രവർത്തകരുടെ സമാന പ്രതിഷേധമുണ്ടായി. ജില്ലാ ആശുപത്രിയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത ഭരണമാണിതെന്നും ഈ അവസ്ഥയിൽ മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോയത് വെറും ചികിത്സയ്ക്ക് മാത്രമല്ലെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു.
BJP കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റി ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും മാർച്ച് നടത്തി. വീണ ജോർജും VN വാസവനും ചേർന്ന് ബിന്ദുവിനെ കൊന്നതാണെന്നും ഇരുവരും രാജിവെച്ചൊഴിയണമെന്നും BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കോഴിക്കോട് ബീച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസും BJP ഉപരോധിച്ചു. ആൻജിയോഗ്രാം മെഷീൻ കേടായതിനെ തുടർന്ന് രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തതിനെതിരെയാണ് BJPയുടെ പ്രതിഷേധം. സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. എറണാകുളത്തും BJP ജില്ലാ ഘടകം നടത്തിയ മാർച്ചും പോലീസ് തടഞ്ഞു. എറണാകുളം DMO ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പ്രതിഷേധം BJP സംസ്ഥാന ഉപാധ്യക്ഷൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിലും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJPയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും തകർക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് മന്ത്രി തന്നെ ഉറപ്പ് നൽകി. സംഭവം പരിശോധിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. പക്ഷേ എന്നിട്ടും അക്രമസമരങ്ങൾ അരങ്ങേറുകയാണെന്നും TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഇപ്പോൾ വീണ ജോർജിനെതിരായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്? അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ നടക്കില്ലേ? അത് ഈ കേരളത്തിന് അനുവദിക്കാൻ കഴിയുമോ? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിനും നിലവിലുള്ള സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനും ശ്രമം നടത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിപക്ഷ സമരത്തിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ. കോൺഗ്രസും BJPയും ഇപ്പോൾ കിടക്കുന്നത് ഒരേ കട്ടിലാണ്. വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനറിയാം. വീണ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല വളരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീണ ജോർജിനെ സംരക്ഷിക്കാനുള്ള ധൈര്യമൊക്കെ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അത് ഞങ്ങൾ സംരക്ഷിച്ചോളാം, അതൊന്നും പ്രശ്നമില്ല. വീണ ജോർജിനെ അങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഗവൺമെൻറ്റിന് കഴിവുണ്ട്. അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്ന് ഞങ്ങൾ അതൊരു കുഴപ്പമില്ല. എന്താണ് വീണ ജോർജ് ചെയ്ത തെറ്റ്? അതാരും പറയുന്നില്ല. കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നു. കേരളത്തിലെ ആരോഗ്യമേഖല വളരുകയല്ലേ ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയുള്ള കാര്യമല്ല എന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെയാണ് ജീവൻ നിലനിർത്തിയത്. വീണ ജോർജിനെയും പൊതുജനാരോഗ്യ രംഗത്തെയും CPM സംരക്ഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ കാര്യം മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എല്ലാവരും പോകുന്നില്ല. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, എല്ലാത്തിനും പോകും. ഏതാശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി പോയി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണോ? അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. കെട്ടിടത്തിന് മുകളിൽ ആൽമരം കിളിച്ചാൽ അതും ഒരു തണലെന്ന് കരുതുന്ന സർക്കാർ ആശുപത്രി. അതാണ് കൊല്ലം ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉള്ളവരെ കൊണ്ട് ഉപകാരമില്ലെന്ന് രോഗികൾ പറയുന്നു. സർക്കാർ ആശുപത്രികളിലെയും ആശുപത്രി സംവിധാനങ്ങളിലെയും അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ് കൊല്ലത്തെ ഈ സർക്കാർ ആശുപത്രി. ടോപ്പ് സ്പെഷ്യൽ. സൺഷെയ്ഡ് പാളി ഇളകി വീഴാൻ സാധ്യതയുള്ളതിനാൽ വാതിൽ തുറക്കരുത്. ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. ഇതൊക്കെ ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ ആരോഗ്യരംഗത്തെ കേരള മോഡൽ എന്ന പ്രയോഗം ഉണ്ടായതെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ സർക്കാരിന്റെ കണ്ണിൽ വികസനത്തെ പരിഹസിക്കുന്നവരെന്നോ അല്ലെങ്കിൽ കേരളത്തിന്റെ നേട്ടങ്ങളെ വില കുറച്ചു കാണുന്നവരെന്നോ ഉള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ പറയാതെ ഇരിക്കും?
കാരണം ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവർക്ക് അമേരിക്ക വരെയൊന്നും പോയി ചികിത്സ നടത്താനുള്ള ആവതില്ല. പൊട്ടിയും പൊളിഞ്ഞും അപകടകരമായ അവസ്ഥയിലാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ. കെട്ടിടത്തിന്റെ മുകളിലാകട്ടെ ആൽമരങ്ങൾ മുളച്ചു തുടങ്ങി. ദിവസേന ആയിരക്കണക്കിന് വരുന്ന പൊതുജനമെത്തുന്ന ജില്ലാ ആശുപത്രിയുടെ ദയനീയ അവസ്ഥയാണിത്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കുമെന്ന് പണിയുടെ വേഗത കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് നിലവിൽ വാർഡുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടത്തിലാണ്. ഭീതിയോടെയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ഇവിടേക്ക് എത്തുന്നത്. പല ഭാഗങ്ങളിൽ നിന്നായി കോൺക്രീറ്റ് പാളികൾ ഇളകി വീണിട്ടുണ്ട്. രോഗമെന്ന അവസ്ഥയേക്കാൾ വളരെ വലുതാണ് വരുത്തിവെക്കുന്ന ദുരന്തങ്ങളെന്ന തിരിച്ചറിവില്ലാതെ പോകുന്നതാണ് ഈ കാഴ്ചകൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ. സർക്കാർ സംവിധാനങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ മതി. ഈ കാഴ്ചപ്പാടുകൾ മാറിയാൽ മാത്രമേ ആരോഗ്യ മേഖലയ്ക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയൂ. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും നിരവധി പരാതികളാണുള്ളത്. ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസും ആശുപത്രിയിൽ കൃത്യമായി എത്താത്തതും രോഗികളെ വലയ്ക്കുന്നു. പൊതുപ്രവർത്തകരുടെയും ആശുപത്രിയിൽ എത്തുന്നവരുടെയും പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോൾ ഇവിടെ പല ഡോക്ടർമാരും വരുന്നില്ല ഈ ആശുപത്രിക്കകത്ത്. അവർ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അധികം കളിച്ചാൽ ഈ ആശുപത്രിയിൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ രോഗികളെ വന്ന് പരിശോധിക്കാതെ നിങ്ങൾ സ്വകാര്യ പ്രാക്ടീസ് മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു രോഗിയും വരാത്ത രീതിയിൽ ഞങ്ങൾ സമരമുറ ആ ഡോക്ടറുടെ വീട്ടുപടിക്കലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. വീണ ജോർജ് എല്ലാ അപകടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പറയും, ഞാനൊരു അമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സങ്കടമുണ്ട്, ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്ത്രീ എന്നുള്ള രീതിയിലോ അമ്മ എന്നുള്ള രീതിയിലോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ചൊഴിയണം, അവരെ പുറത്താക്കേണ്ടതാണ്. സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, നല്ലൊരു കെട്ടിടമില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ശരിക്കും പൊറുതിമുട്ടിയിരിക്കുകയല്ലേ രോഗികൾ? ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രോഗികളുടെ എണ്ണത്തിലെ വർധനവിനനുസരിച്ച് കൃത്യമായ ഒരു ആശുപത്രി സംവിധാനം ഒരുക്കുന്നതിന് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലെ സംവിധാനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗികൾ ഇവിടെയാണ് കൂടുതലായും എത്തുന്നത്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതും ഈ പഴയ കെട്ടിടത്തിലാണ്. തൊട്ടടുത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും ഇപ്പോൾ പൂർത്തിയാകാത്ത അവസ്ഥയിലാണ്. നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് ഇവിടെ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് പഴയ കെട്ടിടത്തിൽ തകർന്നു വീഴാറായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വേണം കഴിയാൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഭീതി ഇവിടേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെയുണ്ട്. ഈ ഒരു ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. ഇതിനെതിരെ പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ നിരന്തരം പ്രക്ഷോഭ സമരങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ ആശുപത്രിയിലെ മറ്റു ഭരണ സംവിധാനങ്ങളോ ഇതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്തത് ഒരു വീഴ്ചയായിട്ട് വേണം കരുതാൻ. ഒപ്പം തന്നെയാണ് ഇവിടെ ഉള്ള ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകൾ. അവർ കൃത്യമായി ഇവിടെ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ രോഗികളെ നോക്കുന്നതിനായി എത്തുന്നില്ല എന്നൊരു പരാതി ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുന്നതായി രോഗികൾ അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ഡോക്ടർമാർ എത്താത്തത് മൂലം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് രോഗികൾക്ക് നേരിടേണ്ടി വരുന്നത്. ഈ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസുകൾ നടത്തിയാണ് ഈ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രി സംവിധാനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി രോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലാണ് രോഗികൾ ഈ ഒരു പ്രശ്നത്തെ കാണുന്നതും. അതുകൊണ്ട് തന്നെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യമായി ആശുപത്രിയിലെ സേവനം ഉറപ്പുവരുത്താൻ ഇവിടെ ഉള്ള ഡോക്ടർമാർ ശ്രദ്ധിക്കണം എന്നൊരാവശ്യം കൂടി പൊതുപ്രവർത്തകരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഉള്ള ഡയാലിസിസ് സംവിധാനം. ആ ഡയാലിസിസ് സംവിധാനത്തിനുള്ള ഒരു കാലതാമസം, അതിൽ വരുന്ന വീഴ്ചകളൊക്കെ തന്നെ രോഗികളെ വലയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം നോക്കിയാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ വരുത്തുന്ന വീഴ്ചയുടെ കാര്യം നോക്കിയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് ജില്ലാ ആശുപത്രിയിൽ കാണാൻ കഴിയുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ ഞങ്ങൾ അധികൃതർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഉടനടി വേണ്ട തീരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തുകയാണ്. സുധീഷാണ് ഒപ്പം ചേർന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ തഹാവൂർ റാണ തന്റെ പങ്ക് സമ്മതിച്ചതായി റിപ്പോർട്ട്. താൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റായിരുന്നു എന്നാണ് റാണയുടെ വെളിപ്പെടുത്തൽ.
ഡൽഹിയിലെ തീഹാർ ജയിലിൽ NIA കസ്റ്റഡിയിലാണ് തഹാവൂർ റാണ. മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്തത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആണെന്നും ആക്രമണ സമയത്ത് താൻ മുംബൈയിലുണ്ടായിരുന്നുവെന്നും ഛത്രപതി ശിവാജി ടെർമിനൽസ് പോലുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നുവെന്നും റാണ ദേശീയ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകി. തനിക്കും സുഹൃത്തും സഹായിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബയുമായി നിരവധി പരിശീലന സെഷനുകൾ ഉണ്ടായിരുന്നതായി റാണ വെളിപ്പെടുത്തി. ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് കടക്കാനായി വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചായിരുന്നു ഇരുവരും ഭീകരാക്രമണത്തിന്റെ ആദ്യഘട്ട ആസൂത്രണങ്ങൾ ആരംഭിച്ചത്. കമ്പനി സ്ഥാപിക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്ന് തഹാവൂർ റാണ പറയുന്നു. അതിലെ സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് ചെലവുകളായാണ് നടത്തിയത്. ഗൾഫ് യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാൻ സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നതായും റാണ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. MSC എൽസ കപ്പലപകടത്തിൽ അഡ്മിറാലിറ്റി സ്യൂട്ടുമായി സർക്കാർ ഹൈക്കോടതി. 9,531 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാണ് ആവശ്യം. കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ വിഴിഞ്ഞത്ത് അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകി. തുക കെട്ടിവെക്കാൻ കപ്പൽ കമ്പനിക്ക് ഈ മാസം 10 വരെ സാവകാശമുണ്ട്. MSC എൽസ കപ്പലപകടത്തിൽ 9,531 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ വീണത് സംബന്ധിച്ച് 9,000 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സർക്കാരിന്റെ കണക്ക്. ഇതിൽ പാരിസ്ഥിതിക ആഘാതത്തിന്റെയും മത്സ്യസമ്പത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നഷ്ടവും സർക്കാരിന് ചിലവായ തുകയും ഉൾപ്പെടും. തുക കെട്ടിവെക്കാൻ കപ്പൽ കമ്പനിക്ക് 10-ാം തീയതി വരെ സമയമുണ്ട്. അതുവരെ വിഴിഞ്ഞം തുറമുഖത്തുള്ള MSC അക്കിറ്റേറ്റ 2 എന്ന കപ്പൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വയ്ക്കുവാനും കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട് നാട്ടുകല്ലിൽ നിപ്പ ബാധിച്ച യുവതിയുടെ നില ഗുരുതരമായി തുടർന്നു. യുവതിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകി. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ജാഗ്രത തുടരുകയാണ്. ത്തെ തുടർന്ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇന്നലെയും ഇന്നുമായി 2 ദിവസം മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. നിപ ബാധിച്ച യുവതിയുടെ മകനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിലാണെന്ന് അവലോകന യോഗത്തിന് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് രോഗി തുടരുന്നത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നതിന് ഇന്ന് രാവിലെ 7:30 കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 12 മണി വരെ അത് കൊടുക്കും. അതായത് 12 മണിയോടുകൂടി അത് തീരും. അപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പേഷ്യന്റിന് നൽകാവുന്നത്. 383 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തും. നാഷണൽ ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് കേരളത്തിലെത്തുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. പ്രദേശത്ത് എല്ലാ വീടുകളിലും ആരോഗ്യ പ്രവർത്തകർ എത്തി പനി ബാധിച്ചവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുന്ന പ്രവർത്തനവും തുടരുകയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ചെങ്കളം പാറമടയിൽ പാറ ഇടിഞ്ഞു വീണ് 2 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടു. എക്സ്കവേറ്റർ ഓപ്പറേറ്ററും സഹായിയുമാണ് പാറക്കല്ലിനടിയിൽ കുടുങ്ങിയത്. അപകടത്തിൽപ്പെട്ട ഒഡീഷ സ്വദേശി മഹാദേവ പ്രതാപിന്റെ മൃതദേഹം കണ്ടെടുത്തു. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ജാർഖണ്ഡ് സ്വദേശി അജയ് റായ്ക്കുള്ള തെരച്ചിൽ നാളെ രാവിലെ പുനരാരംഭിക്കും. ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. പാറമടയിൽ തട്ടുകളായി വഴി നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തൊഴിലാളികൾ. ഇതിനിടയിൽ ഇവർക്ക് മുകളിലേക്ക് വലിയ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പാറക്കല്ലിനടിയിൽ കുടുങ്ങിയ ബീഹാർ സ്വദേശി മഹാദേവ പ്രധാന്റെ മൃതദേഹം കണ്ടെടുത്തു. രാത്രിയിൽ രക്ഷാദൌത്യം ദുഷ്കരമായതിനാൽ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ജാർഖണ്ഡ് സ്വദേശി അജയ് റായ്ക്കായുള്ള തിരച്ചിൽ നിർത്തിവെച്ചു. നാളെ രാവിലെ 7 മണിക്ക് തിരച്ചിൽ പുനരാരംഭിക്കും. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും വലിയ ശബ്ദത്തിൽ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണത് ദൗത്യം തീർത്തും ദുഷ്കരമാക്കി. ഒരാളിനെ കൂടെ കാണാനുണ്ട്. അയാൾ നമ്മുടെ ഒരു നിഗമനം ഈ എസ്കലേറ്ററിന്റെ ഓപ്പറേറ്റർ ആയിരിക്കും. അദ്ദേഹം ഇതിനകത്ത് ക്യാബിനുള്ളിലായിരിക്കും കുടുങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വലിയ പാറയും പാറക്കൂട്ടങ്ങളും കിടപ്പുണ്ട്. അതീവ ദുഷ്കരം തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ. പാറമടയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ക്രഷർ യൂണിറ്റ് പ്രവർത്തനമെന്നാണ് ആരോപണം. പൂർണ്ണമായിട്ടും നിയമലംഘനം. പഞ്ചായത്ത് സെക്രട്ടറിയും പത്തനംതിട്ട ജില്ലാ ജിയോളജിസ്റ്റും കൂടാണ് ഇതിന് ഈ 2 മരണോ 1 മരണത്തിനോ പൂർണ്ണ ഉത്തരവാദി. 15,000 ടണ്ണ് പൊട്ടിക്കാൻ 6 മാസത്തെ ടൈമാണ് ജിയോളജിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. 27 അംഗ NDRF സംഘവും
പത്തനംതിട്ട, കോന്നി തുടങ്ങിയ ഫയർഫോഴ്സ് യൂണിറ്റുകളും നാളെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. അതിനിടെ അപകടമുണ്ടായ ചെങ്കുളത്ത് ക്വാറിയുടെ പ്രവർത്തനം നിരോധിച്ചു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ക്വാറിക്കുള്ളിൽ പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തി. അപകടകരമായി പാറ ഇളകി വീഴുന്നതിനാൽ പ്രവേശനം രക്ഷാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ടെസ്റ്റ് ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റത്തിൽ തന്നെ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന ബഹുമതി സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കയുടെ വിയാൻ മൾഡർ. സിംബാബ്വെക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 297 പന്തിൽ നിന്നാണ് താരം 300 തികച്ചത്. ടെസ്റ്റ് ചരിത്രത്തിലെ വേഗമേറിയ രണ്ടാമത്തെ ട്രിപ്പിൾ സെഞ്ചുറി എന്ന നേട്ടവും ഇതോടെ മൾഡറിന്റെ പേരിലായി. 2008 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 278 പന്തിൽ നിന്ന് 300 തികച്ച ഇന്ത്യയുടെ വീരേന്ദ്ര സേവാഗിന്റെ റെക്കോർഡാണ് താരം തകർത്തത്. 334 പന്തിൽ നിന്ന് 367 റൺസ് എടുത്ത് നിൽക്കെ മൾഡർ ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സ് ഡിക്ലെയറും ചെയ്തു. വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രയൻ ലാറയുടെ 400 റൺസ് എന്ന റെക്കോർഡ് മറികടക്കാൻ 34 റൺസ് മാത്രം വേണ്ട ഘട്ടത്തിലായിരുന്നു ഏവരെയും ഞെട്ടിച്ച തീരുമാനം. ടെസ്റ്റ് ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റത്തിൽ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടവും ഇനി മൾഡറിനാണ്. ട്രിപ്പിൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ കൂടിയാണ് മൾഡർ.